ഇന്ന് അന്താരാഷ്ട്ര അഗ്നിശമന സേനാ ദിനം. ഏത് അടിയന്തര സാഹചര്യത്തിലും ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുന്ന സേനാംഗങ്ങളെ ആദരിക്കാനും ഓർമ്മിക്കാനുമാണ് ഈ ദിവസം ആചരിക്കുന്നത്. നമസ്കാരം. ഫയർഫോഴ്സ് കൺട്രോൾ റൂം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേൺ ഔട്ടിന് കോളുണ്ട്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേൺ ഔട്ടിന് കോളുണ്ട്. ഫോണിലൂടെ അപകട സന്ദേശം എത്തിയാൽ വെറും 1 മിനിറ്റ്. അതിനുള്ളിൽ ഫയർഫോഴ്സ് സംഭവസ്ഥലത്തേക്ക് കുതിക്കും. തീപിടുത്തം, വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങി ഏത് അടിയന്തര സാഹചര്യത്തിലും സൈറൺ മുഴക്കി നമ്മുടെ രക്ഷയ്ക്കായി ഓടിയെത്തുന്നവർ. ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവർക്കായി കൈമൈ മറന്നു പ്രവർത്തിക്കുന്നവരാണ് അഗ്നിരക്ഷാസേന. ലോകമെമ്പാടുമുള്ള അഗ്നിശമന സേനാംഗങ്ങളുടെ ത്യാഗത്തെയും ധീരതയെയും ആദരിക്കുന്നതിന് 1999 മുതലാണ് അന്താരാഷ്ട്ര അഗ്നിശമന സേനാ ദിനം ആചരിച്ചു തുടങ്ങിയത്. സമൂഹത്തിന് അഗ്നിരക്ഷാസേന നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളുടെയും പ്രതിബദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ അഗ്നിശമന സേനാ ദിനവും. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഏതപകടത്തിലും രക്ഷകരായി ഫയർഫോഴ്സ് സംഘം എത്തുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കു വേണ്ടി അഗ്നിശമന സേന നടത്തിയ സമാനതകളില്ലാത്ത തിരച്ചിൽ കേരളം കണ്ടു. പരിമിതമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രത്യാഘാതത്തെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ടു നിൽക്കാൻ പോലും അറയ്ക്കുന്ന കറുത്ത വെള്ളത്തിൽ കഴുത്തറ്റം മുങ്ങിത്തിരഞ്ഞത് സ്വന്തം ജീവനും ആരോഗ്യവും മറന്നുകൊണ്ടായിരുന്നു. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ. ഫയർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനക്കാർ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്പോട്ടിൻ്റെ കാര്യം, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവം, അവിടുത്തെ അപകടം എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ രക്ഷപ്പെടുത്തുന്ന ഏത് രീതിയിലായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ആലോചിക്കുന്നത്. ഈ ഓപ്പറേഷൻ പൂർത്തിയായ ശേഷം മാത്രമേ നമ്മൾ എത്ര റിസ്ക് എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരുന്നുള്ളൂ. ഓപ്പറേഷൻ്റെ സമയത്ത് അതിൽ റിസ്ക് ഇൻവോൾവ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ അവിടെ ആ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രാഥമികമായിട്ട് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് പരമാവധി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സും കാര്യങ്ങളും ഒക്കെ ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ജീവനക്കാർ ഇത് ഫലപ്രദമായിട്ട് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ കേരള ഫയർഫോഴ്സിൽ 100 വനിതകൾ കൂടി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. പുരുഷന്മാർക്കൊപ്പം ഇവരും അപകടഘട്ടങ്ങളിൽ രംഗത്തിറങ്ങുന്നു. തൊഴിലിനെ നമ്മുടെ ഒരു സ്വന്തം മേഖലയായിട്ട്, കർമ്മമേഖലയായിട്ട് കാണുക, അതാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മളാരും ആകുലപ്പെടുന്നില്ല. എപ്പോഴും നമ്മളൊരു കോൾ വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടിയാണ്. ആ ഒരു ഏത് നിമിഷവും നമുക്ക് കോൾ വരാം. അപ്പോൾ ഏത് കോൾ വന്നാലും നമ്മൾ നിമിഷങ്ങൾക്കകം എന്നോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ നമ്മൾ ഇറങ്ങി വന്നിട്ട് നമ്മൾ പോകുന്നുണ്ട്. സ്വന്തം ജീവൻ കളഞ്ഞും ജീവൻ രക്ഷിക്കുന്നവരെന്ന വിശേഷണം ഇവർക്ക് എല്ലാ അർത്ഥത്തിലും ചേരും. മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ പൊലിഞ്ഞ ജീവനുകളെ ഈ ദിവസം അഭിമാനത്തോടെ ഓർക്കാം. ഫോൺ എടുത്ത് 101 ഡയൽ ചെയ്യുന്ന എല്ലാ സാധാരണക്കാരനും ഒരു വിശ്വാസമുണ്ട്. ഏത് അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഫയർഫോഴ്സ് എത്തുമെന്ന വിശ്വാസം. ആ വിശ്വാസം സ്വന്തം ജീവൻ മറന്നും ഇവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം BS അനന്തു, ദൂരദർശൻ.